കാസർഗോഡ് റോഡരികിലെ അനധികൃത ബോർഡ് എടുത്തുമാറ്റിയ പഞ്ചായത്ത് ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ജീവനക്കാരനാണ് പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. രാത്രി പിന്തുടർന്നാണ് ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടെ ചന്ദേര പോലീസ് സ്റ്റേഷനിലെ SIയെയും പഞ്ചായത്ത് ജീവനക്കാരനോട് മോശമായി പെരുമാറി. SIയുടെ ഫോൺ സംഭാഷണവും ഭീഷണിയുമായി എത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു. ഹലോ, സിയാദ് പറഞ്ഞവരാണോ? അതെ 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 ചന്ദേര പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട്? അല്ല, അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. എനിക്കെതിരെ കംപ്ലൈന്റ് പറയാമോ? നിങ്ങൾ ആ ബോർഡ് നശിപ്പിച്ച തന്നെ ബോർഡ് നശിപ്പിച്ച അതെന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടിയാ? നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ കേസെടുക്കും ഞാൻ. അതെന്തോ ആയിക്കോട്ടെ. എനിക്ക് ഇങ്ങോട്ട് വിളിച്ചത് തോന്നിയാസോ? നിങ്ങളല്ലേ പോലീസ് വിളിച്ചാ ഇങ്ങോട്ട് വരണ്ടേ? പോലീസ് വിളിച്ചാൽ വരണമെന്ന് ആര് പറഞ്ഞു? 41B ഇങ്ങോട്ട് വാ. അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. അർച്ചന, പാതയോരത്തെ ബോർഡുകളൊക്കെ നീക്കണം എന്നുള്ളത് ഉത്തരവാണ്. എല്ലായിടത്തും അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടപ്പാക്കിയ ഉദ്യോഗസ്ഥനാണോ ഇത്തരം ഭീഷണികൾ ഇപ്പോൾ നേരിടേണ്ടി വന്നത്? അതേ സായ്കുമാർ, തീർച്ചയായും ഈ ഒരു കേസ് കഴിഞ്ഞ മാസം ഈ മാസം 26-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശമുണ്ട്. ഈ പാതയോരങ്ങളിലെ കൊടി തോരണങ്ങളും അതുപോലെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന പുതിയൊരു നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഈയക്കാട് എന്ന പ്രദേശത്തുള്ള റോഡരികിലെ ഫ്ലെക്സ് ബോർഡുകളും മറ്റുമാണ് അവിടെയുള്ള പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തത്. ഈ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് നീങ്ങിയതും. ഈ ഒരു നീക്കം ചെയ്തതിനു ശേഷം ഈ ഒരു ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് പിന്നെയും ആ ഒരു റോഡരികിലെ കടയ്ക്ക് മുന്നിലായി വരികയും പിന്നീട് ആ ഒരു പഞ്ചായത്തിലെ ജീവനക്കാരൻ ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹം അത് ചോദ്യം ചെയ്തു. തുടർന്ന് ആ ഒരു കടയുമായി അല്ലെങ്കിൽ ആ കടക്കാരനുമായി വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തു. തുടർന്നും ഈ ഒരു രാത്രി അന്നേ ദിവസം രാത്രി അദ്ദേഹത്തിന് ഒരു സംഘം അവിടെ അവിടെ എത്തി ഭീഷണിപ്പെടുത്തി എന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നതും. ഈ ഒരു കടക്കാരന്റെ മകൻ ഉൾപ്പെടുന്ന സംഘമാണ് ഭീഷണി കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന വിവരമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കടക്കാരന്റെ മകൻ എന്ന് പറയുന്നത് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആണ്. ഈ ഒരു കോൺസ്റ്റബിൾ അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനായി വീട്ടിൽ വന്നതെന്നും രാത്രികാലത്ത് ഭീഷണിപ്പെടുത്തിയായി വന്നതെന്നും എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് ഈ ഒരു സംഭവം അദ്ദേഹം അപ്പോൾ തന്നെ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തെ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചു വിളിക്കുന്നത്. അതായത് ഇങ്ങനൊരു സംഭവം അദ്ദേഹത്തിന് മേലൊരു കുറ്റം ചാർത്തിയുണ്ട്. അതായത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു കുറ്റം ചാർത്തിക്കൊണ്ട് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ വിളിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു തന്റെ ഡ്യൂട്ടിയാണ്, ഇതിൽ പറയുന്നത് പോലെ തന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്തതെന്നും അത്തരത്തിൽ ഹൈക്കോടതി നിർദ്ദേശമുണ്ട് എന്ന തരത്തിലുള്ള വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചന്ദേര SI പക്ഷേ ഇതൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ കണക്കാക്കാതെ അദ്ദേഹത്തിനെതിരെ പറയുകയുമാണ് ചെയ്തത്. ഒരു ധാർഷ്ട്യപരമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ അദ്ദേഹം SIയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ജീവനക്കാരന് ഉണ്ടായിരിക്കുന്നതും. എന്തായാലും നമുക്കറിയാം, ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശം പാലിക്കേണ്ടത് ഈ പറയുന്ന പാലിക്കപ്പെടാനുള്ള നടപടികളാണ് ഉദ്യോഗസ്ഥൻ നടത്തിയത്. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹത്തിന് മേൽ ഇത്ര ഭീഷണി ഉണ്ടായത്. ആ പരാതി പറഞ്ഞ പോലീസിന്റെ ഭാഗത്ത് നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നു. അർച്ചനയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.